ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ ഈ ഒരക്ഷരം ആരുരുവിട്ടാലും അവർക്ക് പണത്തിന് ബുദ്ധിമുട്ടേ ഉണ്ടാകുകയില്ല. യഥേഷ്ടം പണം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു അക്ഷരം ഏതാണ്, അതെങ്ങനെയാണ് ഉരുവിടേണ്ടത്, പിന്നെ വെറുതെ ഉരുവിട്ടിട്ട് കാര്യമില്ല, അവിടെ ഒരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ ചെയ്യുമ്പോഴേ അത് ബലമാകത്തുള്ളൂ, അല്ലെങ്കിൽ അത് ബലമാകണമെന്നുമില്ല. അപ്പോൾ അതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക വിശ്വാസത്തോടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നുണ്ടോ ഇല്ലയോ. ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഇത് ശരിയായിട്ട് ചെയ്തവർക്ക് സാമ്പത്തികം ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്, പണം സാമ്പത്തികം വരുന്നവരുണ്ട്. അത് വിശ്വാസവും കൂടെ അവിടെ വരണം. ഏതായാലും ₹1 ചിലവില്ലാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ്. ചെയ്ത് നോക്കുക. ഒരു 3 മാസം ചെയ്ത് നോക്കുക. ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ട് വിലയിരുത്തരുത്. കൃത്യമായ വിശ്വാസത്തോടുകൂടി ശരിയായിട്ട് ചെയ്താൽ ചെയ്തവർക്കൊക്കെ സാമ്പത്തികം പണം യഥേഷ്ടം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും പഠിച്ചു വച്ചിരിക്കുന്നത് സാമ്പത്തികം ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ അലഞ്ഞ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പലരും സമ്പത്തുണ്ടാക്കുന്നവരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് അലഞ്ഞാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ആളുകളെ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷേ ദൈവാനുഗ്രഹമുള്ളവർ അവർ ഏത് തൊഴിൽ ചെയ്താലും അതെല്ലാം വിജയമാണ്. ഏത് സാമ്പത്തിക കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം വിജയമാണ്. ഷെയർ ട്രേഡിങ് മാത്രം ചെയ്ത് ആ പൈസ കൊണ്ട് വേറെ ജോലിയൊന്നുമില്ലാതെ ജീവിക്കുന്ന എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന കസ്റ്റമേഴ്സുണ്ട്. ഷെയർ ട്രേഡിങ് മാത്രം ചെയ്ത്. അതെന്തുകൊണ്ടാണ്? അതാണ് ദൈവാധീനം, അല്ലെ ഭാഗ്യം എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവർക്കും അങ്ങനെ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ ഒരു തൊഴിൽ ചെയ്താൽ, നമ്മുടെ തന്നെ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട്. തയ്യൽക്കടയുള്ളവരുണ്ട്, അതുപോലെ റെസ്റ്റോറൻ്റ് ഉള്ളവരുണ്ട്, മെക്കാനിക്കൽമാരുണ്ട്, വണ്ടി കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, എന്ന് വേണ്ട കച്ചവടം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, പിന്നെ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരൊക്കെ മറ്റുള്ളവരെക്കാൾ ഒരു സാമ്പത്തികം ഉണ്ടാകുന്നവർ ചില ഇതുപോലുള്ള ചില വിദ്യകൾ വിശ്വാസത്തോടെ പലരും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഈ ഒരു ഈശ്വരാധീനം, അല്ലെങ്കിൽ നമുക്ക് ലക്ക് നോക്കി പറയാം, ലക്ക് അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം ഒക്കെ ഉണ്ടാകുന്നവരാണ് തൊടുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുന്നവർ. അപ്പം അങ്ങനെ അവനവൻ ചെയ്യുന്ന തൊഴിലിൽ ചെയ്യുന്നതെല്ലാം വിജയിക്കുമ്പോഴാണ് പണം യഥേഷ്ടം വരുന്നത്. അല്ലാതെ ഇവിടെ അത്ഭുതമോ മാജിക്കോ ചുമ്മാ ഇരുന്നാൽ പൈസ വരുമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു അക്ഷരം ഉരുവിട്ടാൽ മാത്രം പൈസ വരുമെന്നോ ഒന്നും അല്ല പറയുന്നത്. അവിടെ നിങ്ങളുടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പവറുണ്ട്. അങ്ങനെ ഒരു ബീജാക്ഷരം, മന്ത്രാക്ഷരം ശ്വാസത്തോട് ചേർത്ത് അത് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നിങ്ങളുടെ ആ ബോധം കൊടുക്കുകയാണ്. നിങ്ങളുടെ ആ സമ്പത്തെന്നുള്ള ബോധം ഒരു പ്രത്യേക രീതിയിൽ ശ്വാസോച്ഛ്വാസത്തിലൂടെ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു ദൈവാധീനം, അല്ലെങ്കിൽ ഒരു ലക്ക് ഉണ്ടായി വരും. അങ്ങനെ നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിലേക്ക് യഥേഷ്ടം പണം വരുന്നത്. അങ്ങനെയുള്ള ഒരു വളരെ രഹസ്യമായൊരു വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. ഇതാർക്കും ചെയ്യാം. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ചെയ്യാം. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ചെയ്യാം. ഇപ്പോൾ ഒരു കഴിവുള്ള എല്ലാവരും അല്ല ശരിക്കും സമ്പന്നരാകുക. ഇപ്പോൾ ഒരു ഡോക്ടർ, അയാൾക്ക് മറ്റു ഡോക്ടർമാരെക്കാട്ടിലും ഒക്കെ ചിലപ്പം അറിവും കഴിവും ഉണ്ടെങ്കിൽ പോലും, ഒരു ഡോക്ടറായിക്കോട്ടെ വക്കീലായിക്കോട്ടെ, ചിലപ്പോൾ അവരെക്കാട്ടിലും കഴിവ് കുറഞ്ഞ ഒരു വക്കീലൊക്കെ ആയിരിക്കും ചിലപ്പം കൂടുതൽ, അല്ലെ ഡോക്ടറൊക്കെ ആയിരിക്കും കൂടുതൽ അവർ സാമ്പത്തികമായിട്ട് അവരേർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുക. അവിടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. കഴിവ് വേണ്ടെന്നല്ല പറഞ്ഞാൽ, അതോടൊപ്പം ഭാഗ്യം കൂടെ ഉള്ളവരാണ് ജീവിതത്തിൽ നേടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ദൈവാധീനത്തിൻ്റെ ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ആർക്കും ഉപകാരപ്പെടും. അത് ഒരു സാധാ കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, ഒരു സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു പ്രൊഫഷണൽ ഡോക്ടറെ, എഞ്ചിനീയറെ, ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ, അല്ലെങ്കിൽ സിനിമ, സീരിയൽ, നാടകം, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അപാരമായ വശ്യം ഉണ്ടാകാനും, രാഷ്ട്രീയക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കാനും, അവരിലേക്ക് യഥേഷ്ടം സമ്പത്തും ഐശ്വര്യവും അബൻഡൻസ്, ആ സമൃദ്ധിയും വരാൻ വേണ്ടി ഉപകരിക്കും. അപ്പോൾ ആ ഒരു വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾ ചെയ്ത് നോക്കുക, അത് മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരെല്ലാം സാധാരണക്കാർ ഒക്കെ ഇപ്പം ധാരാളം സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരുണ്ട്. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത്
അതൊരു ചെറിയ ഒരു കടകളായിരിക്കാം, അല്ലെ ഒരു തുണി ബിസിനസ് ആയിരിക്കാം, അല്ലെ ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കാം, അല്ലെ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തായിരിക്കാം, അല്ലെ ചിലർ ഷെയർ ട്രേഡിങ് ചെയ്യുന്നതായിരിക്കാം. എന്ന് വേണ്ട, നല്ല സ്വന്തം നിലയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വീഡിയോ ഫോളോ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയോ? അവരൊക്കെ തുടക്കത്തിൽ ഒരു കടയിലൊക്കെ നിൽക്കുകയോ അല്ലെ എവിടെയെങ്കിലും ജോലി ചെയ്യുകയൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്തും ചില കാഴ്ചപ്പാടുകൾ, ഞാൻ കൊടുക്കുന്ന ചില കാഴ്ചപ്പാടുകളും ഒക്കെയാണ് അവരുടെ ജീവിതം മാറുന്നത്. നിങ്ങൾക്കിത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെ വിശകലനം ഞാൻ ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും, എല്ലാം നല്ല കാര്യമേ പറയത്തുള്ളൂ. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. മുൻഗണനാക്രമത്തിലൊരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് രീതി. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് നേരിട്ട് വന്ന് നോക്കാൻ പറ്റത്തില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയായിരിക്കും. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടൻ നിങ്ങൾ ശ്വാസമെടുക്കുക. ദീർഘമായിട്ട് പതുക്കെ ശ്വാസമെടുക്കുക. എന്നിട്ട് ശ്വാസം എടുക്കുമ്പോൾ മനസ്സിലൊന്നും ജപിക്കണ്ട. ഇത് കണ്ണ് തുറന്നുകൊണ്ടോ കണ്ണ് അടച്ചുകൊണ്ടോ ഒക്കെ ചെയ്യാം. നിങ്ങൾ കണ്ണ് തുറന്നുകൊണ്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ശ്വാസം പതുക്കെ എടുക്കുക ദീർഘമായിട്ട്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. എന്നിട്ട് ശ്വാസം വെളിയിലോട്ട് വിടുക. വിടുമ്പോൾ ഈ ശ്വാസത്തോടൊപ്പം മനസ്സിൽ ക്ലീം എന്ന് ജപിച്ച് നീട്ടി വിടുക, നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ. ഇതൊരു 3 തവണ ചെയ്യുക മതി. കിടക്കപ്പോൾ ഇനിയും ബാക്കി കൂടെ കേട്ടിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. കുറച്ച് അതിനോട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. ഏറ്റവും പോലെ കണ്ടിട്ട് ചെയ്യരുത്. അപ്പോൾ ശ്വാസം കിടക്കപ്പായിരുന്ന് 3 തവണ നിങ്ങൾ പതുക്കെ ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് ശ്വാസം എടുക്കുമ്പോൾ മനസ്സിൽ ഒന്നും ചിന്തിക്കേണ്ട, ഒരു മന്ത്രവും ജപിക്കേണ്ട. ശ്വാസം പതുക്കെ നീട്ടി വിടുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ മതി. അപ്പം മനസ്സിൽ ക്ലീം എന്ന് ജപിച്ച് വിടുക. ക്ലീം 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 മനസ്സിൽ ജപിച്ചാൽ മതി. അങ്ങനെ ശ്വാസം നീട്ടി വിടുക. ഇതിന് 3 തവണ ചെയ്യുക. ഇത് നിങ്ങൾ ഉണർന്ന ഉടനെ ചെയ്യുക. ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ എന്ത് പ്രാർത്ഥന ചെയ്താലും, ഏത് ദേവനെ വിളിച്ചാലും, ഏത് ദേവിയെ വിളിച്ചാലും അവരൊക്കെ വശമായിട്ട് നിൽക്കും. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വശമായിട്ട് വരും. പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യണം. ഇപ്പം ഞാൻ എന്ത് ചെയ്താലും രക്ഷപ്പെടത്തില്ല എന്ന് ഞാൻ വിശ്വസിച്ചാൽ അതും ശരിയാണ്, രക്ഷപ്പെടത്തില്ല. അങ്ങനെയുള്ളവരൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. അതൊരു ബോധമാണ്. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി ചെയ്താൽ അത് ഫലമുണ്ടാകും. ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. അല്ലാതെ ചെയ്താൽ വെറുതെ സമയം കളയുന്നുള്ളേ ഉള്ളൂ. അല്ലാത്തൊരു ഫലം ഉണ്ടാകണമെന്നില്ല. അല്ലാത്തൊരു ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ശുദ്ധമായ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇത് രാവിലെ ഇങ്ങനെ കിടക്കപ്പായിരുന്നുകൊണ്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെല്ലാം, അല്ല പ്രാർത്ഥനകളൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞും നിങ്ങൾ ഈ വിദ്യ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലാം. പിന്നെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യുക. വിളക്കിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളൊരു 3 തവണ ചെയ്യുക. ഇനിയും അത് കഴിഞ്ഞ് വിളക്കിൻ്റെ സൈഡിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് 1 തവണയെങ്കിലും ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ചെയ്യുക. ഇതൊരു 3 മാസം ആവർത്തിക്കുക. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ. നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ ഒരു ചിന്തയില്ലാതെ എടുക്കുക, ഒരു മന്ത്രവും ജപിക്കേണ്ട. വിടുമ്പം ക്ലീം എന്ന് മനസ്സിൽ നീട്ടി ജപിച്ച് വിടുക. കണ്ണ് തുറന്ന് ചെയ്താൽ മതി. അങ്ങനെ ഒരു 3 തവണ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ, ജോലിക്കിടയിലോ വണ്ടി ഓടിക്കുമ്പോഴോ അല്ല റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നും ചെയ്യണ്ട. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇത് ആവർത്തിക്കുക. അപ്പം നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ നെഞ്ചിൻ്റെ അവിടെയാണ് പ്രാണൻ കുടികൊള്ളുന്നത്. പഞ്ചപ്രാണനിൽ ഒന്നായ പ്രാണൻ കുടികൊള്ളുന്നത്. അപ്പോൾ ഈ പ്രാണനെ നമ്മൾ ശ്വാസം എടുത്തു കഴിയുമ്പോൾ ഈ പ്രാണനെ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് താഴേക്ക് വരുന്നു. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കാണല്ലോ ശ്വാസം എടുക്കുന്നത്. ഈ പ്രാണനെ എന്നിട്ട് നമ്മൾ മൂക്കിലൂടെ വെളിയിലേക്ക് വിടുകയാണ്, പ്രപഞ്ചബോധത്തിലേക്ക് വിടുകയാണ്, പ്രപഞ്ചത്തിലേക്ക് വിടുകയാണ്. ആ ക്ലീം എന്ന മന്ത്രബീജം മനസ്സിൽ ജപിച്ചുകൊണ്ട്. അപ്പോൾ ആ ക്ലീം എന്ന മന്ത്രബീജം എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചബോധവുമായിട്ട് ലയിക്കുകയാണ്, പ്രപഞ്ചത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രപഞ്ചത്തിലേക്ക് കൊടുത്താലും അത് നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് ഒരു പ്രപഞ്ച രഹസ്യം. നമ്മളൊരു മാവിൻ തൈ നമ്മൾ വെക്കുന്നു, അത് നമുക്ക് ബലം തരുന്നു. നമ്മൾ എന്ത് പ്രപഞ്ചത്തിലേക്ക് ചെയ്യുന്നു, അല്ലെ നമ്മളൊരു ചിന്ത, നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്ന ചിന്തകളാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പം നെഗറ്റീവ് ചിന്തകൾ കൊടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ തിരിച്ചു വരും. നല്ല ചിന്തകൾ കൊടുക്കുകയാണെങ്കിൽ നല്ല അനുഭവങ്ങൾ തിരിച്ചു വരും. നിങ്ങളെപ്പോഴും ചിന്തിക്കുക, നിങ്ങളെ കൂട്ടുകാർ പറ്റിക്കുമോ എന്ന് ഉള്ള ചിന്തയാണ് നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ആരെങ്കിലും പറ്റിക്കും. എന്നാൽ നിങ്ങളെ ആരും പറ്റിക്കത്തില്ല എന്ന ചിന്തയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളെ ആരും പറ്റിക്കത്തുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് ബലം വരുന്നത്.
അപ്പോൾ ചില ആളുകളുണ്ട് ചുമ്മാ ഇരിക്കുമ്പോൾ ചിന്തിക്കും പെര ഇടിഞ്ഞ് വീഴുവോ, അല്ലെങ്കിൽ വണ്ടി ഇടിക്കുമോ. എപ്പോഴെങ്കിലും ചിലപ്പോൾ വണ്ടി ഇടിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വണ്ടി ചിന്തിക്കുന്നത് നമ്മൾ എന്ത് ചിന്തിച്ചാൽ നെഗറ്റീവ് പ്രപഞ്ചത്തിലേക്ക് കൊടുത്താൽ നെഗറ്റീവ് വരും. എന്നാൽ നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ള ചില ആളുകളുണ്ട്. അവർ ഏത് ആപത്തിൽ പോയാലും രക്ഷപ്പെടും, അവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും. ഈ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ആ ക്ലെയിം എന്ന ബീജം ശ്വാസത്തിലൂടെ നമ്മുടെ പ്രാണനിലൂടെ നമ്മൾ ആ പ്രാണനെടുത്ത് നമ്മുടെ ശ്വാസം എടുത്ത് നിങ്ങളിപ്പോൾ ഈ അങ്ങ് പറഞ്ഞ രീതി ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ പുറയിലെ രഹസ്യമാണ് പറഞ്ഞത്. നമ്മൾ ആ ശ്വാസം എടുത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ പ്രാണനെ നെഞ്ചിൻ്റെ അവിടെ പ്രാണൻ കൂടി കൊള്ളുന്നു. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, നമ്മുടെ ആ ഉള്ളിലേക്ക് വയറിൻ്റെ ആ ഭാഗത്തേക്ക് ശ്വാസം വരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ശ്വാസം പതുക്കെ നീട്ടി വിടുമ്പോൾ മൂക്കിക്കൂടെ 2 മൂക്കിൽ കൂടെ നീട്ടി വിടുമ്പോൾ നമ്മൾ ക്ലെയിം എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് നീട്ടി വിടുക. പരമാവധി നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക, നീട്ടി വിടുക. അപ്പോൾ ശ്വാസം ഒരിടത്ത് എടുത്ത് പിടിക്കേണ്ട, ഹോൾഡ് ചെയ്യേണ്ട. 2 മൂക്കിലൂടെ ശ്വാസം എടുത്ത് വിടുന്നു സാധാരണ പോലെ. അപ്പോൾ ഈ ക്ലെയിം എന്ന ബീജം ഇതുപോലെ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. നിങ്ങളെ അതുവരെ കണ്ടിട്ട് മിണ്ടാത്ത ആളുകൾ, ഒരുപക്ഷെ നിങ്ങളെ പരിചയമുള്ളവരായിരിക്കാം, പക്ഷേ മൈൻഡ് ചെയ്യാത്ത ആളുകൾ നിങ്ങളോട് ഇങ്ങോട്ട് വലിയ സ്നേഹത്തോടെ സംസാരിക്കും. ഇനി നിങ്ങളെ പരിചയമില്ലാത്തവർ പോലും ആണെങ്കിലും നിങ്ങളെ കാണുമ്പോൾ ചിലപ്പം ഇങ്ങോട്ട് വിഷ് ചെയ്യും, തിരിച്ച് കാണിക്കും. ഒരു അപാരമായ വശ്യമുണ്ടാകും. അതൊരു തുടക്കമാണ്. പിന്നെ നമ്മൾ സമ്പത്ത് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പുതിയ വരുമാന മാർഗത്തിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സമ്പത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. പിന്നെ നമ്മുടെ ജീവിതം എല്ലാം വന്നുകൊണ്ടിരിക്കും. വിജയങ്ങൾ, സമ്പത്ത്, ഐശ്വര്യം, എല്ലാ കാര്യങ്ങളിലും വിജയം, ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരും. ഇതൊരു 3 മാസമെങ്കിലും നിങ്ങൾ ചെയ്യണം. ഇതിന് ശുദ്ധിയോ അശുദ്ധിയോ ഒന്നും ബാധകമല്ല കേട്ടോ. അപ്പോൾ ഇതൊരു 3 മാസമെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ജീവിതം എന്തുമാത്രം മാറി, എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി. എന്നിട്ട് നിങ്ങൾ ആവശ്യമെങ്കിൽ വീണ്ടും ദിവസവും ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതെല്ലാവരുടെ ജീവിതത്തിൽ ഇത് ചെയ്യുന്ന ഒരാൾ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ പോലും പെട്ടെന്ന് ബലമുണ്ടാകും, ദേവതാവശ്യമാണ്. ഇനി വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈശ്വരനെ വിളിച്ചാലും അവിടെയും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും, ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകും. സർവവശ്യമാണ്, ധനവശ്യമാണ്, സർവ്വജനവശ്യമാണ്, ശത്രുവശ്യമാണ്. ഇങ്ങനെയുള്ളവർക്ക് ശത്രുക്കൾ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ശത്രു വരെ മിത്രമാകും, സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ 1-2 തവണ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. 3 മാസമെങ്കിലും അത് ശരിയായ വിശ്വാസത്തോടെ ശരിയായ രീതിയിൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും സമാധാനം, സന്തോഷം, ഐക്യം, കുടുംബസുഖം, എവരിത്തിങ് കൈവരും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോടൊരു കാര്യം പറഞ്ഞാൽ പോലും ആ മേലുദ്യോഗസ്ഥൻ ചിലപ്പോൾ നിങ്ങളോട് എല്ലാം എതിർക്കുന്ന മേലുദ്യോഗസ്ഥനാണെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ വിചാരിക്കും എന്ത് പറ്റി. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളുടെയും പുറകിൽ ഇതുപോലെ ചില കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു, ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ സാധാ ഗുരുതി ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അത് ഒരുപാട് ആളുകൾ കാണണമെന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാനിട്ട, മറ്റൊന്നുമല്ല. അത് ചെയ്താൽ വീട്ടിലെ കലഹം മാറും, ദുരിതം മാറും, സമ്പത്ത് വരും. ഈ അവിടെ ഇവിടെയും പോയി തട്ടിപ്പുകളിൽ പോയി ചാടത്തില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്താലും ആ ബിസിനസ് ചെയ്തു, ഈ ബിസിനസ് ചെയ്തു, പരാജയമായി, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. അതൊന്നും തെറ്റായ വഴികളിൽ പോകത്തുമില്ല, തെറ്റായ ബിസിനസ്സുകൾ ചെയ്യത്തുമില്ല. അവിടെ ഇവിടെയും തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടത്തില്ല. ഇതൊന്നും ഉണ്ടാകത്തില്ല ഇത് ചെയ്താൽ. ചൊവ്വാഴ്ച ഗുരുതി ഭദ്രകാളി ക്ഷേത്രത്തിൽ അത് ഞാൻ ഇന്നലത്തെ വീഡിയോക്ക് അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കേട്ടിട്ട് കാണുന്നവരെ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുഴുവൻ കേട്ടിട്ടേ അത് ചെയ്യാവൂ. അപ്പോൾ ആ വീഡിയോ ഒന്നും ആരും വളരെ കുറച്ച് ഏറ്റവും കുറച്ച് വ്യൂസാണ് വന്നിരിക്കുന്നത്. എനിക്ക് എല്ലാവരും കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഇട്ടതാണ്, മറ്റൊന്നുമല്ല, എനിക്ക് വേണ്ടിയല്ല. എനിക്കിപ്പോൾ ഈ വീഡിയോ അല്ലെ വേറെ വീഡിയോ ആണെങ്കിലും ഞാനിടും, ആളുകൾ കാണുന്നുണ്ട്. പക്ഷെ അതല്ല, ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം എല്ലാ വീട്ടിലും സമാധാനം, സന്തോഷം, ഐശ്വര്യം, ദുരിതങ്ങളൊക്കെ മാറും. പക്ഷെ അത് ഏറ്റവും കുറച്ച് ആളുകളാണ് കണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടം സാറേ എൻ്റെ അവിടെ പോയി ആ ബിസിനസ് ചെയ്തു, ഈ ബിസിനസ് ചെയ്തു, ലക്ഷങ്ങൾ പോയി, അല്ലെ മക്കൾ അതുവഴി പോയി, ഭാര്യ അതുവഴി, ഭർത്താവ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ആളുകൾക്ക് ഇഷ്ടം. നല്ല കാര്യങ്ങൾ, ജീവിതം മാറിയ കാര്യങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞു തരുമ്പോൾ അതൊന്നും കേൾക്കാൻ ആളുകളില്ല. അവർക്കത് കേൾക്കണ്ട. അവർക്ക് എന്നും നഷ്ടങ്ങൾ പറയുന്ന ഇഷ്ടം. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും ആട്ടെ, എല്ലാവരും നമ്മൾക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. അതുപോലെ വലിയ കടലാടി വീട്ടിൽ കത്തിക്കുന്ന കാര്യം
അത് പച്ചമരുന്ന് കടയിൽ കിട്ടും, വലിയ കടലാടി കമ്പാണ്. അത് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു 30 രൂപ കൊടുത്താൽ ഒരു കെട്ട് കിട്ടും. അത് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഒരു കമ്പ് തന്നെ എത്ര ദിവസം കത്തിക്കാമെന്നറിയോ? ഒരു കമ്പ് നമ്മളെടുത്ത് കത്തിക്കുക, കത്തിച്ചൊരു മുറിയിൽ കൊണ്ടുവന്ന് ആ പുക ജസ്റ്റ് ഒന്ന് പുക കിട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ ചിലപ്പം കെടും, കുഴപ്പമില്ല. അടുത്ത മുറിയിൽ കൊണ്ടുവന്ന് കത്തിച്ച് അവിടെയും പുക കാണിക്കുക. ചിലപ്പം കമ്പായതുകൊണ്ട് കെടും, വീണ്ടും അടുത്ത മുറിയിൽ കൊണ്ട് കത്തിക്കുക, പുക കാണിക്കുക. ഇനിയിപ്പോൾ കെടാതിരുന്ന എല്ലാ മുറിയിലും കൊണ്ട് ഒരുമിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഓരോ മുറിയിലും കത്തിച്ച് പുക കാണിക്കുക. എന്നിട്ട് മുറിയും ഹാളിലും എല്ലാം ഇത് പുക കാണിച്ചിട്ട് ഇത് കെടുത്തി വെക്കുക. ഇത് ദിവസവും ഇത് ചെയ്യുക. അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് ഇന്നും വാട്സപ്പിൽ ആളുകൾ, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞതാണ്, ആ വീട്ടിലൊന്നും ഈ കലഹം, വഴക്ക്, ബഹളം, ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ വീട്ടിൽ പല അലോഹ്യങ്ങളും പല കലഹങ്ങളും പല ദുരിതങ്ങളും ഒക്കെ ഈ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ചില ഒരു ദോഷങ്ങൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജികളൊന്നും ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് മാറുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അതാരും കാണാറില്ല. എന്നിട്ട് എന്നോട് എന്നും വാട്സപ്പിൽ ചോദിച്ചോളുക, മക്കൾ അങ്ങനെ പോയി, ഭാര്യ അങ്ങനെ പോയി, ഭർത്താവ് അങ്ങനെ പോയി, എനിക്ക് സാമ്പത്തിക പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ പൈസ ഇന്ന ബിസിനസ് ചെയ്ത് ഇത്ര നഷ്ടമായി, അല്ലെങ്കിൽ പൈസ ഇന്നൊരു പറ്റിച്ചുകൊണ്ട് പോയി. ഇത് നല്ല ഈ വീഡിയോയിലൊന്നും പറയുമ്പോൾ കേൾക്കത്തില്ല. ഇതൊക്കെ ചെയ്തവർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. പക്ഷെ അതൊന്നും കാണത്തില്ല. എന്നിട്ട് എന്നോട് സമയമില്ലാത്ത സമയത്ത് വാട്സപ്പിൽ ചോദിച്ചോളുക. അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക. ആവശ്യമുണ്ട് വീഡിയോ കാണുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണ്, ഫ്രീ ആകുമ്പം വാട്സപ്പ് ഇട്ടാൽ ഞാൻ പറഞ്ഞുതരാം. അത് കഥയായിട്ടൊന്നും ചോദിക്കരുത്. പിന്നെ വിശകലനം ചെയ്യേണ്ടവർക്ക് വാട്സപ്പ് ഇടുക, ഫ്രീ ആകാൻ പറ്റുന്നവർക്ക് റിപ്ലൈ തരും. പക്ഷേ എങ്കിലും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത്രയും നല്ല കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുമ്പം ആ വീഡിയോകളൊക്കെ എന്ന് ഞാൻ വീഡിയോ ഇടുമെന്ന് അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല, ചാനലിൽ കയറി കാണണം. അപ്പോൾ ഇത് ഇത്രയും മാറ്റം ഉണ്ടായ കാര്യങ്ങൾ എനിക്ക് ആ ചൊവ്വാഴ്ച ഗുരുതി ഭദ്രകാളി ക്ഷേത്രത്തിൽ, സാധാ ഗുരുതി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫലമുള്ള കാര്യമാണ്. അതുപോലെ വലിയ കടലാടി വീട്ടിൽ പുക കാണിക്കുന്നത് ഒരുപാട് ഫലമുള്ള കാര്യമാണ്. ഒരുപാട് കുടുംബങ്ങളിൽ വലിയ കലഹങ്ങളും വഴക്കുകളും വലിയ ദുരിതങ്ങളും ഉള്ളവരൊക്കെ മാറിയ അനുഭവമുണ്ട്. അതൊന്നും കാണാതെ ഉള്ള തട്ടിപ്പിലും വെട്ടിപ്പിലും എല്ലാം പോയി ചാടിയുള്ള മണ്ടത്തരങ്ങളെല്ലാം ചെയ്ത് ജീവിതം ഇങ്ങനെ നശിപ്പിക്കാതെ നല്ല കാര്യങ്ങളിലൂടെ കേൾക്കുക. മണ്ടത്തരം കേൾക്കണമെന്ന് നിർബന്ധമാണ്. മണ്ടത്തരങ്ങളിൽ അതിപ്പോൾ നിർബന്ധമുള്ളവർ കേട്ടോളുക. പക്ഷേ വല്ലപ്പോഴും ഒരു നല്ല കാര്യം കൂടെ കേട്ട് ചെയ്യുക, എന്നാലേ ജീവിതം മാറത്തുള്ളൂ. എന്നും ഈ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും മാത്രം, അതിൻ്റെ മാത്രം പുറകെ പോകരുത്. നിങ്ങളുടെ മുന്നിൽ ഈശ്വരൻ പല രീതിയിൽ വരും. ചിലപ്പം ഈ ഒരു വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത്, അത് സ്ക്രോൾ ചെയ്ത് വിടും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു മാറ്റം വരണമെന്നെങ്കിൽ ജീവിതത്തിൽ കാരണം അത്ര ആത്മാർത്ഥയോടെ ഞാനത് പറഞ്ഞു. അതിപ്പം ഏറ്റവും കുറവ് ആളുകളാണ് കണ്ടത്. അപ്പോൾ അത്രയും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് ഈശ്വര ഇതൊന്നും ആളുകൾക്ക് അറിയണ്ടല്ലോ. എന്നും കലഹവും വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കത്തില്ല. അപ്പോൾ ഒരു പുതിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം, ആവശ്യമുള്ളവർ ചെയ്യുക. നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു 6:30 7:30 ഇടയ്ക്കായിട്ട് ചെമ്പരത്തിമാല ഇല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. കാരണം മലബാർ സൈഡിലോട്ടൊക്കെ ചെന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ചെമ്പരത്തിമാല വെക്കത്തില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യും. ചെമ്പരത്തിമാല ഇല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യണം ക്ഷേത്രത്തിൽ. തിരുമേനിയോട് രസീത് എടുത്തു കൊടുത്താൽ തിരുമേനി ചെയ്യും. ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന. ഒന്നുകിൽ ചെമ്പരത്തിമാല അല്ലെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന. ഇനി ചെമ്പരത്തിമാല ഉണ്ടെങ്കിൽ ചെമ്പരത്തിമാല തന്നെ വെക്കണം. അതിനോളം ഫലം വേറെ ഒന്നിനുമില്ല. അപ്പം ചെമ്പരത്തിമാല, കടുംബായുസ്വം, അഷ്ടോത്തരാർച്ചന ഇത് ഭദ്രകാളിക്ക് ചെയ്യുക. വെള്ളിയാഴ്ച ഒരു 6-നും 6:30 ഇടയ്ക്ക്, അല്ലെങ്കിൽ 6-നും 7-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 6:30 7:30 ഇടയ്ക്ക്, ഇതിലേതെങ്കിലും ഒരു ടൈമിൽ ചെയ്യണം. വിശേഷ ഫലം ഉണ്ടാകും. അമ്മയെ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഒരു ജീവിതമാർഗം നൽകണമെന്ന് പറയുക. ഇതൊരു കുളമുള്ള ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കണം. അവിടെ മലരുകൊണ്ട് മീനോട്ട് നടത്തുക. ഇതിന് 3 മാസം വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. പല കടകളിലുമൊക്കെ നിന്ന് വളരെ ശമ്പളമൊന്നും ഇല്ലാതെ നിന്നൊരു ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് സ്വന്തമായി തൊഴിൽ ചെയ്ത് ഇന്ന് വലിയ സാമ്പത്തികം ഉണ്ടായി സ്വന്തം ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഞാനീ പറഞ്ഞ കാര്യം ചെയ്തു. അവരൊക്കെ ഇന്നും ആവർത്തിക്കുന്നവരുണ്ട്. അവർക്കൊന്നും സാമ്പത്തികത്തിനൊരു കുഴപ്പമില്ല, വർക്കിനൊരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്കൊരു പുതിയ വരുമാന മാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഇനി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഞങ്ങൾ ചെയ്യുകയേ വേണ്ട, ഞാനിത് പറഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. ആവശ്യമുള്ളവർ ചെയ്യുക കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ, ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് പല തൊഴിലുകളും ചെയ്യുന്നവരുണ്ട്.
വീട്ടമ്മമാരുണ്ട്, അല്ലാത്തവരുണ്ട്, ഒരുപാട് അങ്ങനെ ജീവിതം സ്വന്തമായിട്ടൊരു ഒരു ഒരു സ്വന്തം തൊഴിലുകൾ ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളാണ് പ്രയോജനപ്പെടുന്നത്. ഇല്ല, ഞാൻ ചുമ്മാ ഈ അതും ഇതുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല. എനിക്ക് ഒരു കുടുംബം രക്ഷപ്പെടണം, ഒരാളുടെ ജീവിതം മാറണം. ഞാനൊരു ഈശ്വരീയമായ വിദ്യ പറഞ്ഞാൽ അത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. അതൊരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല. വീഡിയോയിൽ എന്തെല്ലാം കാര്യം പറയും, ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ കാണും. പക്ഷേ എനിക്കങ്ങനെ കാണണ്ട. നമ്മൾ പറയുന്ന സത്യസന്ധമായ ഒരു കാര്യമായിരിക്കണം. അത് ചെയ്താൽ ആളുകൾക്കൊരു ഗുണമുണ്ടാകും, നമുക്കൊരു സന്തോഷമാണ്. ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സംതൃപ്തിയുണ്ട്. ഈശ്വര, ഏതായാലും ഇത്രയും നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്തു, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു തൃപ്തി എനിക്കുണ്ട്. അതും മതി എനിക്ക്. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ ഞാൻ പറയാറില്ല. അപ്പം അത് ഞാനിപ്പോൾ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. അത് ആവശ്യമുള്ള ബുക്ക് വെച്ച് എഴുതി എടുക്കുന്നവരുണ്ട്, ആവശ്യമുള്ളവർ എഴുതി എടുത്തോണം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിനകത്തുണ്ട്. നാളെ ഒരിക്കൽ യൂട്യൂബിൽ ഈ വീഡിയോ ഒന്നും കാണുമെന്ന് എനിക്കറിയത്തില്ല, പിന്നെ എന്നോട് ചോദിച്ചിട്ടും കാര്യമില്ല. 10,000-ന് മേൽ വീഡിയോകളുണ്ട്. ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്താൽ ജീവിതം അടിമുടി മാറുന്ന കാര്യങ്ങളുമാണ്. അതൊന്നും ആവശ്യമുള്ളവർ സൂക്ഷിച്ച് വെക്കുക. നിങ്ങളുടെ വീട്ടിലെ ബുക്കിൽ എഴുതി വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ അത് എന്നെന്നും ഉപകാരപ്പെടും. ഏത് കാര്യത്തിനായാലും പരിഹാരമുണ്ട്. നല്ല കാര്യങ്ങളാണ്, ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ്. ഈ വലിയ കടലാടിയതൊക്കെ ഉണ്ടല്ലോ, അതാരും പറഞ്ഞു തരത്തില്ല. അതുപോലെ ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് ഗുരുതി. ആ ഗുരുതി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹനാഥയുടെയും പേര് ചെയ്യണം. അതിലാണ് കാര്യം. ഞാനതൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അല്ല വേറെ പോയി ഗുരുതി ചെയ്യുന്നതല്ല. ഇതിനൊക്കെ ഒരു രീതിയുണ്ട്. കാരണം പുരുഷനും സ്ത്രീയും ശക്തിയും ശിവനും ഇത് ചേരുമ്പോഴാണ് കുടുംബൈശ്വര്യം ഉണ്ടാകുന്നത്. അത് രണ്ട് ഭാഗത്തും ദൈവാനുഗ്രഹം ഉണ്ടാകണം. ഇതൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ആര് കാണാൻ. അതിൻ്റെ അകത്ത് ഞാൻ പിന്നെ ഈ അടുക്കളയിലേക്ക് ഇടതുകാലം വെച്ച് കയറേണ്ട ഒരു രഹസ്യവിദ്യ പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ. എന്നുവെച്ചാൽ കലഹങ്ങളൊക്കെ മാറി നിൽക്കും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, അത്ഭുതകരമായ കാര്യങ്ങളാണ്. പിന്നെ പച്ചപ്പട്ടിനകത്ത് പണം വയ്ക്കുന്ന അത് ഒരുപാട് അനുഭവം ഉണ്ടായതുകൊണ്ട് ആ കാര്യം കൂടി ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും അതായാലും അത് ഇയാൾ കണ്ടിട്ടില്ല. ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതായത് നിങ്ങളൊരു 3 മാസം, ഇനിയും പറയാൻ പോകുന്ന കാര്യം 3 മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, സൂര്യ ഉദയം ഏകദേശം 6:30 വെച്ചു, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസം വരും എങ്കിലും സാമാന്യം ശരാശരി 6:30, രാവിലെ 6:30 വെച്ചു. 6:30-ക്കും 7:30-ക്കും ഉള്ളിൽ സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറിനുള്ളിൽ വെച്ചാൽ 6:30 6:45 7 7:15 എത്ര മണി വരെ ആകാം, ഒരു മണിക്കൂറിനുള്ളിൽ 6:30-ക്കും 7:30-ക്കും ഉള്ളിൽ നിങ്ങൾ സൂര്യനെ നോക്കിയെന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കിയാൽ സൂര്യപ്രകാശം കൊണ്ടാണ് ആകാശം നമുക്ക് കാണാൻ പറ്റുന്നത്. സൂര്യനെ തന്നെ കൃത്യം നോക്കണമെന്നൊന്നുമില്ല. ആകാശത്ത് നോക്കി ആ സൂര്യരശ്മിയെ ശ്രദ്ധിച്ചാലും മതി. അല്ലെങ്കിൽ സൂര്യനെ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് മതി. ഒരുപാട് നേരം നോക്കണം, സെക്കൻഡുകൾ നോക്കിയാൽ മതി. നോക്കിയിട്ട് നിങ്ങൾ ഈ 5 മന്ത്രം ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 3 മാസം ട്രൈ ചെയ്യണം. 3 മാസം നിങ്ങളിത് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. മന്ത്രം ഇതാണ്. ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടത്തില്ല, നിങ്ങൾ കേട്ട് വേണമെങ്കിൽ എഴുതി വെച്ച് ചെയ്യുവാണ്. ഓം സൂര്യായ നമഃ ഒരു മന്ത്രം. രണ്ടാമത്തെ മന്ത്രം ഓം ഭാസ്കരായ നമഃ. ഭാസ്കരൻ എന്ന് പറയത്തില്ലേ, അത് തന്നെ. ഓം ഭാസ്കരായ നമഃ രണ്ടാമത്തെ മന്ത്രമായി. മൂന്നാമത്തെ മന്ത്രം ഓം രവിയേ നമഃ. മൂന്നാമത്തെ മന്ത്രം ഓം രവിയേ നമഃ. നാലാമത്തെ മന്ത്രം ഓം അർക്കായ നമഃ. ഓം അർക്കായ നമഃ. അഞ്ചാമത്തെ മന്ത്രം ഓം ദിവാകരായ നമഃ. ഓം ദിവാകരായ നമഃ. ഈ 5 മന്ത്രങ്ങൾ സൂര്യനെ നോക്കി ജപിക്കുക. ഭഗവാനെ സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും സർവ്വവിജയങ്ങളും എനിക്ക് നൽകണേ. അങ്ങയുടെ തേജസ്സും പ്രപഞ്ചത്തിലുള്ള തേജസ്സും എൻ്റെ തേജസ്സും എല്ലാം ഒന്ന് തന്നെയാണെന്ന് ഞാൻ അറിയുന്നു സൂര്യഭഗവാനെ എന്നൂടെ പറയുക. ഈ ദിവസവും നിങ്ങൾ ഒരു സെക്കൻഡുകൾ പ്രാർത്ഥിച്ചാൽ മതി. ഒരു 3 മാസം രാവിലെ ചെയ്യുക, ആർക്കും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും. സമ്പത്തും ഐശ്വര്യവും ധനവും എവരിത്തിങ് ഉണ്ടായി വരും. നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് അപാരമായ ഒരു പവർ തന്നെ കിട്ടും. സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനെ പ്രത്യേക രീതിയിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അപാരമായ ഒരു ശക്തി തന്നെ നമുക്ക് കിട്ടും. ശക്തി കിട്ടുമെന്ന് പറഞ്ഞാൽ അമാനുഷ്യ ശക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു ശക്തി കിട്ടും. ഇത് 3 മാസം രാവിലെ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടായി ഇത് തുടരുക.
ചെയ്യുന്നവരൊക്കെ തുടരുക തന്നെ ചെയ്യും, കാരണം അതുപോലെ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകും. ഇതെല്ലാവർക്കും നല്ലതാണ്. ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മകാരകനാണ്. ജ്യോതിഷത്തിൽ ആത്മകാരകനാണ് സൂര്യൻ. ഈ സൂര്യൻ പ്രപഞ്ചത്തിൽ ഉള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുന്നത്. ഈ എല്ലാ ജീവജാലങ്ങളും സൂര്യനിൽ നിന്നാണ് ഊർജം സ്വീകരിക്കുന്നത്. അപ്പോൾ സൂര്യൻ ആത്മകാരകനാണ്. സൂര്യ ഉപാസന എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെയുണ്ട്. സൂര്യ ഉപാസന സർവ്വദേവതകളുടെ അനുഗ്രഹം, നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകും സൂര്യനെ വിളിച്ചാൽ. നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രഹപ്പിഴ കൊണ്ടുള്ള ദോഷങ്ങൾ മാറി നിൽക്കും. അത് ഏത് ഗ്രഹപ്പിഴ ദോഷങ്ങളാണെങ്കിലും സൂര്യൻ്റെ ആ ഉപാസനയിലൂടെ അല്ലെങ്കിൽ സൂര്യനെ വിളിക്കുന്നതിലൂടെ നമുക്ക് സൂര്യകൃപ ഉണ്ടാകുമ്പോൾ നവഗ്രഹങ്ങളുടെ പ്രീതി ഉണ്ടാകും. ഗ്രഹപ്പിഴ കൊണ്ടുള്ള ദോഷങ്ങൾ മാറി നിൽക്കും. ഗ്രഹങ്ങൾ പിഴച്ചാലുള്ള ദോഷങ്ങൾ മാറി നിൽക്കും. പിന്നെ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച പറ്റുമെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠ ഉള്ളിടത്ത്, ഇപ്പം പല ക്ഷേത്രങ്ങളിലും അടുത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്. അവിടെ നവഗ്രഹ പൂജ ചെയ്യുക. വലിയ പൈസ ഒന്നും ആകത്തില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. വലിയ പൈസ ഒന്നും ആകത്തില്ല. നവഗ്രഹ പൂജ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, എനിക്ക് വേണ്ടി ചെയ്യണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, നവഗ്രഹ പൂജ ചെയ്യുക. ഇത് മാസത്തിലൊന്ന് ചെയ്യുക, ഒരു 3 മാസം അടുപ്പിച്ച് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആവർത്തിക്കുക. ഈ നവഗ്രഹ പൂജ ചെയ്യുന്ന അന്ന് ചെറിയൊരു ഈ രക്തചന്ദനമുട്ടി പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിച്ച് അതുകൂടെ ആ സൂര്യൻ്റെ ആ നവഗ്രഹ പ്രതിഷ്ഠ അവിടെ സമർപ്പിക്കുക. അത് ഒരു തവണ ചെയ്യുക. മാസത്തിലൊന്ന് വീതം ആ മലയാള മാസം ആദ്യം ഞായറാഴ്ച നവഗ്രഹ പൂജ ചെയ്യുക. ഒരു 3 മാസം അടുപ്പിച്ച് ചെയ്തിട്ട് 3 മാസത്തിൽ ഒരിക്കലും ഇത് ആവർത്തിക്കുക. നിങ്ങൾ സകല ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഫലം ഉണ്ടാകാത്ത പോലും ഈ കാര്യങ്ങൾ ചെയ്താൽ ഫലം ഉണ്ടാകും. ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് നടക്കുന്നില്ല. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നിസ്സാരമായി ലളിതമായി ചെയ്യാവുന്ന കാര്യം എന്നാൽ ഏറ്റവും വലിയ കാര്യമാണ് അതിൻ്റെ ഫലം. അത്ഭുതകരമായ ജീവിതം മാറും. അപ്പോൾ ഈ വീഡിയോയും അധികം ചില ആളുകൾ കാണണമെന്നില്ല. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. കാരണം ചിലപ്പോൾ നമ്മളറിയാതെ ആഗ്രഹിച്ചു പോകും. നല്ല കാര്യങ്ങളാകുമ്പോൾ അത് കൂടുതൽ ആളുകൾ കാണുമ്പോൾ അവർക്ക് ഒരു ഫലമുണ്ടായി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. അതിനു വേണ്ടിയല്ല, വേറെ ഒന്നിനും വേണ്ടിയല്ല. നമുക്കതൊരു സന്തോഷം. സാറേ ഇപ്പോൾ എത്ര പേരാണ് വാട്സപ്പിൽ അവർ എഴുതിയിട്ടേക്കുന്നത് എൻ്റെ വാട്സപ്പിലുണ്ട്. സാറേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് മാറ്റമുണ്ടായി, വലിയ കടലാടി സാറ് പറഞ്ഞ പോലെ പുകച്ചിട്ടു. അപ്പം അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പറയുമ്പം അത് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാകുന്നത്. അല്ലാതെ ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നു, അധികം ആളുകൾ അത് അറിയുന്നില്ലെങ്കിൽ അതിനൊരു അർത്ഥമില്ല. അതിനൊരു അർത്ഥം ഉണ്ടാകണമെങ്കിൽ അത് ആളുകളിലേക്ക് എത്തി അവർ അത് ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. മാത്രമല്ല എല്ലാ വീട്ടിലും ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പം നമുക്കൊരു വീട്ടിൽ ബഹളം ഉണ്ടാകുന്നു, പിള്ളേരെ ഇട്ട് അച്ഛൻ ഓടിക്കുന്നു, അല്ലെങ്കിൽ അച്ഛനെ ഇട്ട് പിള്ളേർ ഓടിക്കുന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാം കൂടെ അടി പിടി ഇടി, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മാറി ഒരു സന്തോഷത്തോടെ അച്ഛനും അമ്മയും മക്കളും എല്ലാം യോജിപ്പോടെ കഴിയുക എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അവർ നമ്മളോട് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് ഗുരുതി ചെയ്യുന്ന വീഡിയോയും വലിയ കടലാളിയുടെ വീഡിയോ ഒക്കെ ഇട്ട്. പക്ഷേ വലിയ കടലാളിയുടെ വീഡിയോ കുറച്ചുകൂടെ ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചൊവ്വാഴ്ച ഗുരുതിയുടെ അധികം ആളുകൾ കണ്ടിട്ടില്ല, കാണണ്ട. ഞാനിനി ആ ഭാഗം ചിന്തിക്കുന്നില്ല. അത് പോട്ടെ, അത് എനിക്കൊരു വിഷയമായില്ല. ഏതായാലും ആവശ്യമുള്ളവർ കാണുക. ഞാനിപ്പം എനിക്ക് ഈശ്വരൻ തരുന്ന ജ്ഞാനം നിങ്ങളോട് പറഞ്ഞിരിക്കും. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, അല്ലാത്തൊരു വഴിക്ക് പോട്ടെ, ഒരു കുഴപ്പമില്ല. എല്ലാം അവരവരുടെ കർമ്മമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.